السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുതുബയിൽ ഹസ്രത്ത് ഉബാദ ബിൻ സാമിത്തിനെ കുറിച്ചായിരുന്നു ഞാൻ വിവരിച്ചിരുന്നത്. അത് പൂർത്തിയായിരുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റു നിവേദനങ്ങളും സംഭവങ്ങളും ഞാൻ വിവരിക്കുന്നതാണ്. ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു, അബ്ദുള്ള ബിൻ ഉബൈ പറഞ്ഞതനുസരിച്ച് ബനു ഖൈൻക മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്തപ്പോൾ ഉബാദയും അബ്ദുള്ള ബിൻ ഉബയ്യെ പോലെ അവരുടെ സഖ്യകക്ഷിയായിരുന്നു. എന്നാൽ യുദ്ധകാരണത്താൽ ഇദ്ദേഹം ആ ഗോത്രത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും അള്ളാഹുവിനും റസൂലിനും വേണ്ടി അവരുമായി സഖ്യം ചേരാതിരുന്നു. എഴുതുന്നു, ഈ ആയത്ത് ആ അവസരത്തിൽ അവതരിക്കുകയുണ്ടായി. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാര അവലിയാ ബഅ്ദുഹും അവലിയാഉ ബഅ്ദ് വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമസ് സാലിമീൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ യഹൂദികളെയും ക്രിസ്ത്യാനികളെയും മിത്രങ്ങളാക്കി വെക്കരുത്. അവരിൽ ചിലർ ചിലരുടെ മിത്രങ്ങളാണ്. നിങ്ങളിൽ നിന്നും ആര് അവരെ മിത്രങ്ങളാക്കുന്നുവോ അവൻ അവരിൽപ്പെട്ടവൻ തന്നെയായിരിക്കും. തീർച്ചയായും അള്ളാഹു അധർമ്മകാരികളായ ജനങ്ങൾക്ക് വിജയമാർഗം കാണിച്ചു കൊടുക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. ഇവിടെ യഹൂദികളോടും ക്രിസ്ത്യാനികളോടും ഒരിക്കലും ബന്ധം സ്ഥാപിക്കരുത്, അവർക്ക് സഹായം ചെയ്യരുത് എന്നർത്ഥമല്ല ഉള്ളത്. മറിച്ച് ഇതിൻ്റെ അർത്ഥം യുദ്ധാവസ്ഥയിൽ നിങ്ങളുടെ കൂടെയുള്ള യഹൂദികളോടും ക്രിസ്ത്യാനികളോടും സൗഹൃദം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരോടും നിങ്ങളെ വീട്ടിൽ നിന്നും ഇറക്കിവിടാത്തവരോടും നന്മയും നീതിയും കാണിക്കുന്നതിൽ നിന്നും അള്ളാഹു നിങ്ങളെ തടയുന്നില്ല. അവർ അവിശ്വാസികളാണെങ്കിലും യഹൂദികളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ശരി. അള്ളാഹു പറയുന്നു, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീന വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മതം കാരണത്താൽ നിങ്ങളുമായി യുദ്ധം ചെയ്തിട്ടില്ലാത്തവരും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും നിങ്ങളെ ബഹിഷ്കരിച്ചിട്ടില്ലാത്തവരുമായവരെ പറ്റി നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നതും
അവരുമായി നീതിപൂർവം വർത്തിക്കുന്നതും അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല. തീർച്ചയായും നീതി പാലിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു. ഇവിടെ പറയുന്നത് ബലഹീനത കാരണമോ ഭയവും ഭീരുത്വവും കാരണമോ അമുസ്ലിങ്ങളുമായി ബന്ധം വെക്കരുത് എന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. പറഞ്ഞതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിലായിരിക്കണം നിങ്ങളുടെ തവക്കുൽ. നിങ്ങളുടെ ഈമാനിക അവസ്ഥ മെച്ചപ്പെടുത്തുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്കൊപ്പമുണ്ടാകും. എന്നാൽ ദൗർഭാഗ്യകരം, ഇന്ന് നമ്മൾ കാണുന്നത് മുസ്ലിം രാഷ്ട്രങ്ങൾ സഹായത്തിനായി ഈ അമുസ്ലിങ്ങളെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അവരെ ഭയന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പരിണിതഫലം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെതിരെ അമുസ്ലിങ്ങളോട് സഹായം ചോദിക്കുമ്പോൾ ഇക്കൂട്ടർ തന്നെ ഇസ്ലാമിൻ്റെ അടിവേര് അറുക്കുന്നവരായി മാറുന്നു. അള്ളാഹു ഈ മുസ്ലിം രാജ്യങ്ങൾക്കും ബുദ്ധി നൽകുമാറാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ദുആ ചെയ്യാം. വിവരിച്ചുകൊണ്ടിരുന്ന സംഭവം ബനു കൈൻക യുദ്ധം ചെയ്യുകയും പിന്നീട് അവർ വളയപ്പെടുകയും പരാജിതരാവുകയും ചെയ്തു. സീറത്ത് ഖാത്തബുൻ നബിയീനിൽ ഈ സംഭവത്തെക്കുറിച്ച് പല ചരിത്രത്തിൽ നിന്നും വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്നു, ഈ യുദ്ധത്തിൽ ബനു കൈൻക പരാജയപ്പെട്ടപ്പോൾ അവരെ നാട് കടത്താനുള്ള കൽപ്പനയുണ്ടായി. അതിൻ്റെ വിശദീകരണം ഇപ്രകാരമാണ്: ബദർ യുദ്ധത്തിന് ശേഷം അള്ളാഹു എണ്ണത്തിൽ കുറഞ്ഞ മുസ്ലിങ്ങൾക്ക് ഖുറൈശികളുടെ വലിയ സൈന്യത്തിനെതിരിൽ വിജയം നൽകുകയും മക്കയിലെ നേതാക്കൾ നിലം പതിക്കുകയും ചെയ്തപ്പോൾ മദീനയിലെ യഹൂദികളുടെ അസൂയ പ്രകടമായി തുടങ്ങി. അവർ മുസ്ലിങ്ങളോട് പ്രകടമായ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങി. സദസ്സുകളിൽ പറയാൻ തുടങ്ങി, ഖുറൈശികളെ തോൽപ്പിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമല്ല. ഞങ്ങളുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാം. എത്രത്തോളമെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ഉണ്ടായിരുന്ന ഒരു സദസ്സിൽ ഈ കാര്യം അവർ പറയുകയുണ്ടായി. ഒരു റിവായത്തിൽ വരുന്നു, ബദർ യുദ്ധത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മദീനയിൽ തിരിച്ചെത്തിയപ്പോൾ യഹൂദികളെ ഒരുമിച്ച് കൂട്ടി അവരെ ഉപദേശിക്കുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഈ സമാധാനപൂർണമായ പ്രഭാഷണത്തിന് യഹൂദി നേതാക്കൾ നൽകിയ മറുപടി, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ കുറച്ച് ഖുറൈശികളെ വധിച്ചുകൊണ്ട് ആധിപത്യം നേടി. അക്കൂട്ടർ യുദ്ധതന്ത്രങ്ങൾ അറിയാത്തവരായിരുന്നു. ഞങ്ങളോടൊപ്പം താങ്കളുടെ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നവർ എങ്ങനെയാണെന്ന് താങ്കൾക്ക് മനസ്സിലാകും. യഹൂദികൾ ഈ വീരവാദത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, മറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ വധിക്കാനുള്ള തന്ത്രങ്ങളും ആരംഭിച്ചിരുന്നു. കാരണം ഒരു റിവായത്തിൽ വരുന്നു, ആ ദിവസങ്ങളിൽ ഒരു ആത്മാർത്ഥനായ സ്വഹാബി തൽഹ ബിൻ വറ തൻ്റെ അവസാന സമയത്ത് വസിയത്ത് ചെയ്തു, ഞാൻ രാത്രിയാണ് മരണപ്പെടുന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ജനാസക്ക് വേണ്ടി വിളിക്കാതിരിക്കുക. ഞാൻ കാരണം യഹൂദികളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഒരു അപകടവും ഉണ്ടാകരുത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി രാത്രി ജനാസക്ക് വേണ്ടി വരികയാണെങ്കിൽ യഹൂദികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആക്രമിക്കാനുള്ള അവസരം ലഭിക്കും. ബദർ യുദ്ധത്തിന് ശേഷം പ്രകടമായ രീതിയിൽ യഹൂദികൾ ധിക്കാരം കാണിച്ചു തുടങ്ങി. മദീനയിലെ യഹൂദികളിൽ ബനു ഖൈൻക കൂടുതൽ ശക്തരും ധൈര്യശാലികളുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നും ഉടമ്പടി ലംഘനമുണ്ടായി. ചരിത്രകാരന്മാർ എഴുതുന്നു, മദീനയിലെ യഹൂദികളിൽ
ബനു കൈനുക്കയാണ് ആദ്യമായി ഈ ഉടമ്പടി ലംഘിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കും അവർക്കുമിടയിലുള്ള ഉടമ്പടി. ബദറിന് ശേഷം അവർ പല ധിക്കാരങ്ങളും കാണിച്ചു തുടങ്ങി. പ്രകടമായ രീതിയിൽ വിദ്വേഷം കാണിച്ചു തുടങ്ങി. ഉടമ്പടികൾ ലംഘിച്ചു. ഇത്രയൊക്കെയായിട്ടും മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നിർദ്ദേശാനുസരണം സബർ ചെയ്തുകൊണ്ടിരുന്നു. ഹദീസിൽ വരുന്നു, യഹൂദികളോട് ഉണ്ടായ കരാറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ രീതിയിൽ യഹൂദികളെ പരിഗണിക്കുമായിരുന്നു. ഒരിക്കൽ ഒരു മുസ്ലിമും യഹൂദിയും തമ്മിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. യഹൂദി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറ്റുള്ള പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞു. ആ സഹാബി ഇത് കേട്ട് കോപിഷ്ഠനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രവാചക ശ്രേഷ്ഠനാണെന്ന് പറയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവിടുന്ന് ദേഷ്യം പ്രകടിപ്പിച്ചു. സഹാബിയെ താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കരുത്. പിന്നീട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ട് ആ യഹൂദിയെ സമാധാനിപ്പിച്ചു. ഇത്രയെല്ലാം ഔദാര്യപൂർവം പെരുമാറിയിട്ടും യഹൂദികൾ അവരുടെ ധിക്കാരത്തിൽ ഉറച്ചു നിൽക്കുകയും അതിൽ വർധനവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അവസാനം യഹൂദികൾ തന്നെ യുദ്ധത്തിന് കാരണമായി മാറി. അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ശത്രുത പ്രകടമായി. ഇതുണ്ടായത് ഇപ്രകാരമാണ്. ഒരു മുസ്ലിം സ്ത്രീ അങ്ങാടിയിൽ യഹൂദിയുടെ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ ആ കടയിലുണ്ടായിരുന്ന ധിക്കാരികളായ ചില യഹൂദികൾ ആ സ്ത്രീയെ ഉപദ്രവിച്ചു. സ്വയം ആ കടക്കാരൻ ആ സ്ത്രീയുടെ പിൻവസ്ത്രം അവൾ അറിയാതെ ഒരു വസ്തുവിൽ കുടുക്കിയിട്ടു. ആ സ്ത്രീ ഈ കൂട്ടരുടെ പ്രവൃത്തികൾ കണ്ട് തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ ആ സ്ത്രീയുടെ വസ്ത്രം ആ വസ്തുവിൽ കുടുങ്ങി വലിയുകയും സ്ത്രീ നഗ്നയായി മാറുകയും ചെയ്തു. സ്ത്രീയുടെ വസ്ത്രം അഴിഞ്ഞുപോയി. ആ യഹൂദി കടക്കാരനും സുഹൃത്തുക്കളും പൊട്ടിച്ചിരിച്ചു. ആ മുസ്ലിം സ്ത്രീ നാണം കെട്ട് സഹായത്തിനായി ഉറക്കെ വിളിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം സംഭവ സ്ഥലത്തെത്തുകയും കലഹമുണ്ടാക്കുകയും ചെയ്തു. അതിൽ യഹൂദി കടക്കാരൻ വധിക്കപ്പെട്ടു. തുടർന്ന് ആ മുസ്ലിമിനെതിരെയും ആക്രമണമുണ്ടാവുകയും ആ വ്യക്തിയെ ഷഹീദാക്കുകയും ചെയ്തു. മുസ്ലിങ്ങൾ ഈ സംഭവം അറിഞ്ഞപ്പോൾ അവരുടെ സമുദായ സ്നേഹം ആവേശം കൊള്ളുകയും മറുഭാഗത്തും ഈ സംഭവത്തെ യുദ്ധത്തിന് കാരണമാക്കാൻ ആഗ്രഹിക്കുന്ന യഹൂദികൾ ഒരുമിച്ച് കൂടാനും തുടങ്ങി. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അറിഞ്ഞപ്പോൾ ബനു കൈനുക്കായുടെ നേതാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറഞ്ഞു, ഈ രീതി ശരിയായ രീതിയല്ല. നിങ്ങൾ ഇത്തരം ധിക്കാര പ്രവൃത്തിയിൽ നിന്നും വിട്ടുനിൽക്കുക, അള്ളാഹുവിനെ ഭയപ്പെടുക. എന്നാൽ അവർ ഖേദം പ്രകടിപ്പിക്കുന്നതിന് പകരം, ക്ഷമ ചോദിക്കുന്നതിന് പകരം അഹങ്കാരത്തോടുകൂടി പറയുകയുണ്ടായി, ബദറിന്റെ വിജയത്തിൽ അഹങ്കരിക്കാതിരിക്കുക. ഞങ്ങളുമായി യുദ്ധമുണ്ടാകുമ്പോൾ മനസ്സിലാകും, യുദ്ധം ചെയ്യുന്നവർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
സഹാബാക്കളുടെ ഒരു കൂട്ടവുമായി ബനു കൈൻകയുടെ കോട്ടയിലേക്ക് തിരിച്ചു. ഇത് അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസാന അവസരമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും സഹാബാക്കളും പോയപ്പോൾ യഹൂദികൾ അവർ ചെയ്ത തെറ്റുകൾ അംഗീകരിച്ച് ശിക്ഷ വാങ്ങണമായിരുന്നു. എന്നാൽ അവർ യുദ്ധം ചെയ്യാൻ വേണ്ടി ആരംഭിക്കുകയാണ് ഉണ്ടായത്. യുദ്ധത്തിന്റെ വിളംബരം നടന്നു. യഹൂദികളും മുസ്ലിങ്ങളും പരസ്പരം ഏറ്റുമുട്ടി. ആ കാലഘട്ടത്തിലെ രീതി അനുസരിച്ച് യുദ്ധത്തിന്റെ ഒരു രീതി കോട്ടകളിൽ സുരക്ഷിതരായിരിക്കുകയും എതിരാളികൾ അവരെ കോട്ടയ്ക്ക് പുറത്ത് വലയം ചെയ്യുകയും യുദ്ധം ചെയ്യുന്നവർ കോട്ടയെ വളയുകയും ചെയ്യുമായിരുന്നു. അവസരം ലഭിക്കുന്നതനുസരിച്ച് പരസ്പരം ആക്രമിക്കുമായിരുന്നു. എത്രത്തോളമെന്നാൽ കോട്ട വളഞ്ഞവർ നിരാശരായിക്കൊണ്ട് ആക്രമണം നിർത്തുകയും തിരിച്ചു പോവുകയും ചെയ്യുമായിരുന്നു. ഇത് കോട്ടയ്ക്കുള്ളിൽ ഉള്ളവരുടെ വിജയമായി മനസ്സിലാക്കിയിരുന്നു. അല്ലെങ്കിൽ കോട്ടയ്ക്കകത്തുള്ളവർ യുദ്ധം ചെയ്യാൻ സാധിക്കാതെ കോട്ടയുടെ വാതിൽ തുറന്ന് വിജയികൾക്ക് മുന്നിൽ കീഴടങ്ങുമായിരുന്നു. ഈ അവസരത്തിലും ബനു കൈൻക ഈ രീതി അവലംബിക്കുകയും കോട്ടയ്ക്കകത്തിരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഈ കോട്ട വളഞ്ഞു. 15 ദിവസം വരെ തുടർച്ചയായി യുദ്ധം നടന്നു. അവസാനം ഈ ഒരു നിബന്ധനയോടുകൂടി അവർ വാതിൽ തുറന്നു. അവരുടെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് നൽകാം, എന്നാൽ അവരുടെ ജീവനിലോ കുടുംബത്തിലോ മുസ്ലിങ്ങൾക്ക് യാതൊരു അവകാശവും ഉണ്ടാകുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ വ്യവസ്ഥ അംഗീകരിച്ചു. മൂസയുടെ ശരീഅത്തനുസരിച്ച് ഈ ആളുകൾ വധിക്കപ്പെടേണ്ടവർ തന്നെയായിരുന്നു. ഈ അവസ്ഥയിൽ ഇക്കൂട്ടർ വധിക്കപ്പെടണം എന്നാണ് തൗറാത്ത് പറയുന്നത്. ഉടമ്പടി അനുസരിച്ച് ഇക്കൂട്ടരിൽ മൂസയുടെ ശരീഅത്തനുസരിച്ച് തന്നെ വിധി ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഈ സമൂഹത്തിന്റെ ആദ്യത്തെ തെറ്റായിരുന്നു ഇത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാരുണ്യത്തിന്റെയും റഹീമിയത്തിന്റെയും പ്രകൃതം അവർക്ക് ഈ വലിയ ശിക്ഷ നൽകാൻ തയ്യാറായില്ല. മറുഭാഗത്ത് ഉടമ്പടി ലംഘിക്കുന്ന ഒരു ശത്രുഗോത്രം മദീനയിൽ തങ്ങുക എന്നുള്ളതും പാമ്പിനെ പോറ്റി വളർത്തുക പോലെ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും ഔസിന്റെയും ഖസ്റജിന്റെയും മുനാഫിക്കങ്ങളുടെ ഒരു കൂട്ടം മുൻപ് തന്നെ മദീനയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അറേബ്യയുടെ പുറത്തുനിന്നുള്ള ആക്രമണ സാധ്യതയും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ബനു കൈൻകയെ മദീനയിൽ നിന്നും മാറ്റുക എന്നുള്ളത് തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നടപ്പിലാക്കേണ്ട വിധി. ഈ ശിക്ഷ അവരുടെ തെറ്റിന്റെ അടിസ്ഥാനത്തിൽ ആ സാഹചര്യം അനുസരിച്ച് വളരെ ചെറിയ ഒരു ശിക്ഷയായിരുന്നു. ഇതിൽ സ്വയം രക്ഷ മാത്രമായിരുന്നു ലക്ഷ്യം, മദീനയിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, അറബികളെ സംബന്ധിച്ചിടത്തോളം ദേശാടനം ഒരു വലിയ കാര്യമായിരുന്നില്ല. സഞ്ചരിച്ചു കൊണ്ടിരുന്ന ജനമായിരുന്നു. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഹിജ്റത്ത് ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ചും ഒരു ഗോത്രത്തിന്റെ സ്വത്തുക്കൾ ഭൂമിയായും തോട്ടങ്ങളായും ഇല്ലെങ്കിൽ. ബനു കൈൻകായുടെ അത്തരം സ്വത്തുക്കൾ ഉണ്ടായിരുന്നില്ല. മുഴുവൻ ഗോത്രത്തിനും സമാധാനത്തോടുകൂടി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കാൻ അവസരം ലഭിച്ചു. ബനു കൈൻക സമാധാനത്തോടുകൂടി മദീന ഉപേക്ഷിച്ച് ഷാമിലേക്ക് പോയി. അവരുടെ യാത്രയ്ക്കുള്ള സംവിധാനം ഒരുക്കുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉബാദ ബിൻ സാമിത്തിനെ ഏൽപ്പിച്ചു. ഈ സഹാബിയെക്കുറിച്ചാണ് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇവരുടെ സഖ്യകക്ഷിയായിരുന്നു. ഉബാദ ബിൻ സാമിത്ത് കുറച്ചു ദൂരം ബനു കൈൻകയ്ക്കൊപ്പം പോവുകയും പിന്നീട് സുരക്ഷയോടുകൂടി അവരെ യാത്രയയച്ച് തിരിച്ചു വരികയും ചെയ്തു. യുദ്ധത്തിൽ നിന്നും മുസ്ലിങ്ങൾക്ക് ലഭിച്ച യുദ്ധമുതലുകളിൽ യുദ്ധത്തിന്റെ ആയുധങ്ങളും അവരുടെ ജോലി സാധനങ്ങളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൂടാതെ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല.
ഇതിനെക്കുറിച്ച് സീറത്ത് ഹൽഫിയയിൽ വിശദീകരണമുണ്ട്. എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കൽപ്പന നൽകി, ഈ യഹൂദികളെ മദീനയിൽ നിന്നും നാടുകടത്തുക. അവരെ നാടുകടത്താനുള്ള ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹസ്രത്ത് ഉബാദ ബിൻ സാമിത്തിനെ ഏൽപ്പിച്ചു. ഈ യഹൂദികൾക്ക് മദീനയിൽ നിന്നും പോകാൻ 3 ദിവസം അവധി നൽകി. യഹൂദികൾ 3 ദിവസത്തിന് ശേഷം മദീനയിൽ നിന്നും പോയി. അതിനു മുൻപ് യഹൂദികൾ ഉബാദ ബിൻ സാമിത്തിനോട് ഇവർക്ക് നൽകിയ ഇളവ് 3 ദിവസത്തിൽ കൂടുതൽ വർദ്ധിപ്പിക്കണമെന്ന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ ഹസ്രത്ത് ഉബാദ എതിർത്തു. 1 മിനിറ്റ് പോലും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകുകയില്ല. ഹസ്രത്ത് ഉബാദ തന്റെ നിയന്ത്രണത്തിൽ അവരെ നാടുകടത്തി. പിന്നീട് ഇക്കൂട്ടർ ഷാമിലെ ഒരു മൈതാനത്ത് താമസം ആരംഭിച്ചു. ഹസ്രത്ത് ഉബാദ ബിൻ സാമിത്ത് മറ്റു പല ഹദീസുകളും നിവേദനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു നിവേദനത്തിൽ വരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജോലി തിരക്കുകൾ വളരെ അധികമായിരുന്നു. മുഹാജിരിങ്ങളിൽ നിന്നും ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്ത് ഖുർആൻ പഠിക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ ഏൽപ്പിക്കുമായിരുന്നു. ആ വ്യക്തിയെ ഖുർആനും മതകാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു വ്യക്തിയെ എന്നെ ഏൽപ്പിച്ചു. ആ വ്യക്തി എന്നോടൊപ്പം എൻ്റെ വീട്ടിൽ താമസിച്ചു. വീട്ടുകാർക്കൊപ്പം ഭക്ഷണം നൽകിയിരുന്നു, ഖുർആൻ പഠിപ്പിക്കുമായിരുന്നു. ആ വ്യക്തി തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ അവൻ ചിന്തിച്ചു, അവനിൽ എനിക്ക് അവകാശമുണ്ടെന്ന്. ഈ സേവനം ചെയ്തതിൻ്റെ ഫലമായി, അതുപോലെ ഖുർആൻ പഠിപ്പിച്ചതിൻ്റെ ഫലമായി. ഈ കാരണം കൊണ്ട് ആ വ്യക്തി എനിക്കൊരു വില്ല് ഉപഹാരമായി നൽകി. പറഞ്ഞു, ഈ വില്ല് എത്രത്തോളം മികച്ചതാണെന്നാൽ ഇതിനേക്കാൾ നല്ല മരം കൊണ്ട് നിർമ്മിച്ചതും മൃദുലവുമായ വില്ല് ഞാൻ മുൻപ് കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സന്നിധിയിൽ ഹാജരായി. ഇതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ചോദിച്ചു, അങ്ങയുടെ അഭിപ്രായം എന്താണ്? അവിടുന്ന് പറഞ്ഞു, ഇത് തോളുകൾക്കിടയിൽ തൂക്കിയിട്ട ഒരു തീക്കനലാണ്. ഇത് താങ്കൾ ഖുർആൻ പഠിപ്പിച്ചതിന് പകരമായി നൽകിയതാണ്. ഇത് താങ്കൾ തോളുകളിൽ തൂക്കിയിടുന്ന തീയാണ് വാങ്ങിയിട്ടുള്ളത്. മറ്റൊരു റിവായത്തുണ്ട്. ഹസ്രത്ത് ഉബാദ ബിൻ സാമിത്ത് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, ഞാൻ അഹ്ലെ സുഫയിലെ കുറച്ച് ആളുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു, എഴുതാനും പഠിപ്പിച്ചു. അവരിൽ ഒരു വ്യക്തി ഉപഹാരമായി എനിക്ക് വില്ല് നൽകുകയുണ്ടായി. ഞാൻ വിചാരിച്ചു, ഇതൊരു സമ്പത്തൊന്നുമല്ല, സ്വർണവും വെള്ളിയും കറൻസിയും ഒന്നുമല്ല. ഞാൻ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യും. ജിഹാദിന് അവസരം ലഭിക്കുകയാണെങ്കിൽ അതെനിക്ക് ഉപകരിക്കുന്ന ഒരു വസ്തുവായിരിക്കും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ഇത് സംബന്ധമായി ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, തീയുടെ വളയം ധരിക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇത് സ്വീകരിച്ചു കൊള്ളുക. തീയുടെ ഒരു വളയം താങ്കളുടെ കഴുത്തിൽ ധരിക്കുന്നത് താങ്കൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും അത് സ്വീകരിച്ചു കൊള്ളുക. ഇതിൻ്റെ വ്യാഖ്യാതാക്കൾ ഈ 2 റിവായത്തുകളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഖുർആൻ പഠിപ്പിച്ചതിന് പ്രതിഫലമായിട്ടാണ് വില്ല് നൽകിയത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. വ്യക്തിപരമായി ഖുർആൻ പഠിപ്പിക്കുന്നതിനെ വരുമാനമാർഗമായി കാണുന്നവർക്കുള്ള ഒരു നിർദ്ദേശം കൂടിയാണിത്.
ഹസ്രത്ത് റാഷിദ് ബിൻ ഉവൈഷ് നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹസ്രത്ത് ഉബാദ ബിൻ സാമിത്തിനെ കാണുന്നതിന് വേണ്ടി പോയി. അദ്ദേഹം രോഗിയായിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചോദിച്ചു, എൻ്റെ ഉമ്മത്തിലെ ഷഹീദുകൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആളുകൾ പരസ്പരം നോക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബാദ ബിൻ സാമിത്തിന്റെ രോഗസന്ദർശനത്തിന് വന്നതായിരുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, എൻ്റെ ഉമ്മത്തിലെ ഷഹീദ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ആളുകൾ പരസ്പരം നോക്കാൻ തുടങ്ങി. ഹസ്രത്ത് ഉബാദ തന്നെ ഇരുത്താൻ വേണ്ടി പറഞ്ഞു. ആളുകൾ അദ്ദേഹത്തെ ഇരുത്തുകയുണ്ടായി. ഹസ്രത്ത് ഉബാദ പറഞ്ഞു, യാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് ചോദിക്കുകയുണ്ടായി ഷഹീദ് ആരാണെന്ന്. ധൈര്യത്തോടും ദൃഢതയോടും കൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നവനാണ് ഷഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ഉമ്മത്തിൻ്റെ ശുഹദാക്കൾ വളരെ കുറഞ്ഞു പോകും. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിനു വേണ്ടി വഴിയിൽ വധിക്കപ്പെടുക ഷഹാദത്താണ്. പ്ലേഗ് കാരണം മരണപ്പെടുക ഷഹാദത്താണ്. പകർച്ചവ്യാധിയിൽ ഒരു വിശ്വാസി മരണപ്പെടുകയാണെങ്കിൽ അത് ഷഹാദത്താണ്. വെള്ളത്തിൽ മുങ്ങി മരിക്കുകയും ഷഹാദത്താണ്. വയറ് സംബന്ധമായ രോഗം മൂലം മരണപ്പെടുന്നതും ഷഹാദത്താണ്. അതുപോലെ പ്രസവ സമയത്ത് മരണപ്പെടുന്ന സ്ത്രീയെ ആ സ്ത്രീയുടെ കുട്ടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതായത് പ്രസവ സമയത്ത് ബ്ലീഡിംഗ് കാരണമോ മറ്റു വല്ല കാരണം കൊണ്ടോ മരണപ്പെടുകയാണെങ്കിൽ ആ സ്ത്രീയുടെ കുട്ടി ആ സ്ത്രീയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇതിൻ്റെ സമയം ഏകദേശം 40 ദിവസത്തോളമാണ്. അതായത് ഒരു കുട്ടി കാരണം ഈ സ്ത്രീ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. സ്വഹീ ബുഖാരിയിലുള്ള ഒരു നിവേദനമാണ് ഞാൻ വിവരിച്ചത്. ഇതുമായി സാമ്യമുള്ള മറ്റൊരു റിവായത്ത് ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഷഹീദ് 5 പേരാണ്. പ്ലേഗ് കാരണം മരണപ്പെടുന്നവർ, വയറുരോഗം മൂലം മരണപ്പെടുന്നവർ, മുങ്ങി മരിക്കുന്നവർ, ഞെരിക്കപ്പെട്ട് മരിക്കുന്നവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാകുന്നവർ. ഇവിടെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്ലേഗ് ഒരു ദൃഷ്ടാന്തം എന്ന നിലയ്ക്കാണ് പറഞ്ഞത്. ഇതിൻ്റെ അടയാളം മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കുന്നവരിൽ അതിൻ്റെ ആക്രമണം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. എന്നാൽ ഒരു പകർച്ചവ്യാധിയിൽ പരിപൂർണ വിശ്വാസി മരണപ്പെടുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞതുപോലെ ആ വ്യക്തി ഷഹീദാണ്. ഇസ്മായിൽ ബിൻ ഉബൈദ് അൻസാരി പറയുന്നു, ഹദ്റത്ത് ഉബാദ അബൂ ഹുറൈറയോട് പറഞ്ഞു, അല്ലയോ അബൂ ഹുറൈറ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ ബൈഅത്ത് ചെയ്തപ്പോൾ താങ്കൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങയുടെ കയ്യിൽ എല്ലാ അവസ്ഥയിലും കാര്യങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും നല്ല അവസ്ഥയിലും പ്രയാസഘട്ടത്തിലും ചിലവഴിക്കുന്നതിലും നല്ല കാര്യങ്ങൾ പറയുന്നതിലും നിഷിദ്ധ കാര്യങ്ങൾ വിലക്കുന്നതിലും അള്ളാഹുവിനെക്കുറിച്ച് ശരിയായ കാര്യങ്ങൾ പറയുന്നതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മദീന ആക്രമണ സമയത്ത് സഹായിക്കുന്നതിലും അങ്ങയുടെ ജീവൻ സംരക്ഷിക്കുന്ന കാര്യത്തിലും ബൈഅത്ത് ചെയ്തിരിക്കുന്നു. ഈ കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ ബൈഅത്ത് ചെയ്തിരിക്കുന്നു. ഇതിനു പകരമായി ഞങ്ങൾക്ക് വേണ്ടി സ്വർഗമുണ്ട്. ഇതാണ് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ചെയ്ത ബൈഅത്ത്. ആരാണ് ഇത് ലംഘിക്കുന്നത്, അവൻ സ്വയം നഷ്ടപ്പെടുന്നവരിൽ ഉൾപ്പെടുകയാണ് ചെയ്യുന്നത്. ആരാണോ ഈ നിബന്ധനകളെ പൂർത്തിയാക്കുന്നത്, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഖേന ചെയ്ത വാഗ്ദാനവും പൂർത്തിയാക്കുന്നതാണ്.
ഹസ്രത്ത് മുആവിയ ഒരിക്കൽ ഹസ്രത്ത് ഉസ്മാൻ ഗനിക്ക് കത്തെഴുതി, ഹസ്രത്ത് ഉബാദ ബിൻ സാമിദ് കാരണത്താൽ ഷാം വാസികൾ എനിക്കെതിരിൽ വിപ്ലവം ഉണ്ടാക്കുന്നു. ഒന്നുകിൽ താങ്കൾ ഹസ്രത്ത് ഉബാദയെ താങ്കളുടെ അടുത്തേക്ക് വിളിക്കുക, അല്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് മാറ്റിത്തരിക. ഹസ്രത്ത് ഉസ്മാൻ എഴുതി, താങ്കൾ ഹസ്രത്ത് ഉബാദയെ മദീനയിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അയച്ചാലും. ഹസ്രത്ത് മുആവിയ അദ്ദേഹത്തെ യാത്രയാക്കി. അദ്ദേഹം മദീനയിലെത്തി. ഹസ്രത്ത് ഉബാദ ഉസ്മാന്റെ അടുക്കൽ ചെന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. ഹസ്രത്ത് ഉസ്മാൻ പറഞ്ഞു, ഉബാദ ബിൻ സാമിത്ത്, താങ്കൾക്കും എനിക്കുമിടയിൽ എന്ത് പ്രശ്നമാണുള്ളത്? ഉബാദ ആളുകൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. എനിക്ക് ശേഷം ചില ആളുകൾ നിങ്ങളുടെ ഭരണാധികാരികളായിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങളുമായി അവർ ബന്ധിപ്പിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുമായി നിങ്ങളുടെ അനിഷ്ടമുണ്ടാക്കുകയും ചെയ്യും. ആരാണ് അള്ളാഹുവിനെ എതിർക്കുന്നത് ആ വ്യക്തിയുടെ അനുസരണയില്ല. ആയതിനാൽ നിങ്ങൾ റബ്ബിൻ്റെ പരിധികൾ ലംഘിക്കാതിരിക്കുക. ചില കാര്യങ്ങളുണ്ട്, അതിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. അമീർ മുആവിയയുടെയും ഉബാദ ബിൻ സാമിത്തിനുമിടയിൽ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഖുതുബയിലും അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഹസ്രത്ത് ഉമറിൻ്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഹസ്രത്ത് ഉബാദ ബിൻ സാമിത്ത് തുടക്കക്കാരായ സഹാബാക്കളിൽ പെട്ട ആളായിരുന്നു. കാര്യങ്ങളെല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്നും നേരിട്ട് കേട്ട ആളുകളിൽപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്നവരുമായിരുന്നു. ഇത് തന്നെയാണ് ശരിയെന്ന് പറയുകയും ചെയ്യുമായിരുന്നു. ഹസ്രത്ത് ഉമറിൻ്റെ കാലഘട്ടത്തിൽ അമീർ മുആവിയയുമായി ഭിന്നത ഉണ്ടായപ്പോൾ ഹസ്രത്ത് ഉമർ അമീർ മുആവിയയോട് പറയുകയുണ്ടായി, ഇദ്ദേഹത്തോട് ഒരു കാര്യവും ചോദിക്കാനുള്ള അനുമതിയില്ല. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പറയാൻ അനുവദിക്കുക. ഇദ്ദേഹം മദീനയിൽ വന്നപ്പോൾ ഇദ്ദേഹത്തെ തിരിച്ചയക്കുകയും ചെയ്തു. എന്നാൽ ഉസ്മാന്റെ കാലഘട്ടത്തിൽ വീണ്ടും ഈ കാര്യം ആവർത്തിച്ചപ്പോൾ ഹസ്രത്ത് ഉസ്മാൻ ആ അവസ്ഥ മനസ്സിലാക്കി അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുകയുണ്ടായി. ഏതായിരുന്നാലും ഹസ്രത്ത് ഉബാദയ്ക്ക് ഒരു വലിയ പദവിയുണ്ടായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്നും കേട്ട കാര്യങ്ങൾ വിശദീകരിക്കുമായിരുന്നു. ഈ കാരണം കൊണ്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുകയും അത് പറയുകയും ചെയ്യുമായിരുന്നു. ചില കാര്യങ്ങളിൽ, ഉദാഹരണമായി കൊടുക്കൽ വാങ്ങൽ, കച്ചവടം എന്നിവ സംബന്ധിച്ച് അമീർ മുആവിയയുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. ഇതൊരു വലിയ വിഷയമാണ്, ഇപ്പോൾ വിവരിക്കാൻ സാധ്യമല്ല. ഇദ്ദേഹത്തിന് ചില തെളിവുകൾ ഉണ്ടായിരുന്നു, അതനുസരിച്ച് അദ്ദേഹം വിശദീകരിച്ചു. അമീർ മുആവിയയും തൻ്റെതായ വിശദീകരണം നൽകി. എന്നാൽ ഈ രീതിയിൽ വിശദീകരണം നൽകുക എന്നുള്ളത് എല്ലാവരുടെയും ജോലിയല്ല. ഏതുവരെ ഖുർആന്റെയും ഹദീസിന്റെയും വ്യക്തമായ നിർദ്ദേശം ഇല്ലയോ, അതുപോലെ ഈ കാലഘട്ടത്തിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്നത് പോലെ. ഇവിടെ ഓർത്തിരിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യം, അള്ളാഹുവിൻ്റെ പരിധികൾ ലംഘിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് നിൽക്കുക. ഈ കാര്യം ഓരോ അഹമ്മദിയും മുന്നിൽ വെക്കേണ്ടതാണ്. അനുസരണയുടെ ഉള്ളിൽ നിൽക്കേണ്ടതാണ്. അത്താ വിവരിക്കുന്നു, ഞാൻ വലീദുമായി കണ്ടുമുട്ടി. അദ്ദേഹം സഹാബി ഉബാദ ബിൻ സാമിത്തിന്റെ മകനായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ പിതാവിന്റെ മരണസമയത്തുള്ള വസിയത്ത് എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞു, ഹസ്രത്ത് ഉബാദ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകനെ, അള്ളാഹുവിനെ ഭയപ്പെടുക. അള്ളാഹുവിൽ വിശ്വസിക്കാതെ തഖ്വ കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. വിശ്വാസം പരിപൂർണമാകേണ്ടതാണ്. അതുപോലെ നന്മയിലും തിന്മയിലുമുള്ള വിധിയിൽ വിശ്വസിക്കുന്നത് വരെ. ഇതല്ലാത്ത ഒരു വിശ്വാസത്തിൽ നീ മരിക്കുകയാണെങ്കിൽ നീ തീയിൽ പ്രവേശിക്കുന്നവനായിരിക്കും. ഹസ്രത്ത് അനസ് ബിൻ മാലിക് നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഹസ്രത്ത് ഉബാദ ബിൻ സാമിത്തിന്റെ പത്നിയായ ഉമ്മെ ഹറാം ബിൻ മിൽഹാന്റെ വീട്ടിൽ വരുമായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഭക്ഷണം നൽകുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഉമ്മെ ഹറാമിന്റെ വീട്ടിൽ വന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഭക്ഷണം നൽകി. നബിയുടെ തല നോക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മയങ്ങി. അതിനുശേഷം പുഞ്ചിരിച്ചുകൊണ്ട് ഉണർന്നു. ഹസ്രത്ത് ഉമ്മെ ഹറാം പറയുന്നു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങ് എന്തിനു വേണ്ടിയാണ് പുഞ്ചിരിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, എൻ്റെ ഉമ്മത്തിലെ കുറച്ചാളുകളെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിനായി ഇറങ്ങിയവരായിരുന്നു. അവർ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാക്കന്മാരെ പോലെ സമുദ്രത്തിൽ സഞ്ചരിക്കുന്നു. അല്ലെങ്കിൽ പറയുന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാക്കന്മാരെ പോലെയായിരുന്നു അവർ. വിവരിക്കുന്ന ആൾക്ക് ഏതു വാക്കാണ് ഉപയോഗിച്ചത് എന്നതിൽ സംശയമുണ്ട്. പറയുന്നു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്താലും എന്നെയും അതിൽ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മെ ഹറാമിനു വേണ്ടി ദുആ ചെയ്തു. പിന്നീട് അവിടുന്ന് വീണ്ടും മയങ്ങി. അതിനുശേഷം പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും ഉണർന്നു. ഞാൻ ചോദിച്ചു, അങ്ങ് എന്തിനാണ് പുഞ്ചിരിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിനായി പുറപ്പെട്ട കുറച്ചാളുകൾ എൻ്റെ മുന്നിൽ വന്നു. പിന്നീട് മുൻപ് പറഞ്ഞ അതേ കാര്യം വീണ്ടും ആവർത്തിച്ചു. ഞാൻ പറഞ്ഞു, എന്നെയും അതിൽ ഉൾപ്പെടുത്താനായി അങ്ങ് ദുആ ചെയ്താലും. അവിടുന്ന് പറഞ്ഞു, നീ മുൻപേ തന്നെ അവരിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഹസ്രത്ത് ഉമ്മെ ഹറാം മുആവിയ ബിൻ അബൂ സുഫിയാന്റെ കാലഘട്ടത്തിൽ സമുദ്രയുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. സമുദ്രത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ യാത്രാവാഹനത്തിൽ നിന്നും വീണ് വഫാത്താവുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മെ ഹറാമിന്റെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. അവരുമായി നബിയുടെ ഒരു മുഹറം ബന്ധമുണ്ടായിരുന്നു. ഉബാദയുടെ ഭാര്യയായിരുന്നു, അതുകൊണ്ട് പോയി എന്നല്ല. ഇതിനെക്കുറിച്ച് എഴുതുന്നു, ഉമ്മെ ഹറാം മിൽഹാൻ ഇബ്നു ഖാലിദിന്റെ മകളായിരുന്നു. ബനു നജ്ജാർ ഗോത്രവുമായിട്ടായിരുന്നു ബന്ധം. അനസിന്റെ മാതൃ സഹോദരിയായിരുന്നു. അവരുടെ ഉമ്മ ഉമ്മെ സുലൈമിന്റെ സഹോദരിയാണ്. ഈ രണ്ടുപേരും, ഉമ്മെ ഹറാമും ഉമ്മെ സുലൈമും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുമായി മുലകുടി ബന്ധം മുഖേനയോ അതല്ല കുടുംബ ബന്ധം മുഖേനയോ മാതൃ സഹോദരിമാരായിരുന്നു. ഇമാം നൂവി എഴുതുന്നു, ഉമ്മെ ഹറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുഹറമാണ് എന്നത് എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉച്ചയ്ക്ക് അവിടെ പോയി വിശ്രമിക്കാറുണ്ടായിരുന്നത്. എന്നാൽ മുഹറം ആകുന്ന രീതിയെക്കുറിച്ച് ഭിന്നാഭിപ്രായങ്ങളുണ്ട്. മുഹറമായിരുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഏത് കുടുംബബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഹറമായത് എന്നുള്ളതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹദ്റത്ത് ഉമ്മെ ഹറാം ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കയ്യിൽ ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. എഴുതുന്നു, ഉമ്മെ ഹറാം ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കയ്യിൽ ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. ഉസ്മാന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അൻസാരിങ്ങളിൽപ്പെട്ട പ്രഗത്ഭനായ സഹാബി തന്റെ ഭർത്താവ് ഉബാദ ബിൻ സാമിത്തിനോടൊപ്പം ജിഹാദിനായി പുറപ്പെട്ടു. പിന്നീട് റോമിൽ ഷഹാദത്ത് വരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കണ്ട ഒരു ദർശനപ്രകാരം തന്നെ അവരുടെ ഷഹാദത്ത് സംഭവിക്കുകയുണ്ടായി. ബുഖാരിയുടെ ഷറഹ് ഉംദത്തുൽ ഖാരി, ബുഖാരിയുടെ മറ്റൊരു ഷറഹ് ഇഷാത്തു ഷാരിയിൽ എഴുതുന്നു, ഹദ്റത്ത് ഉമ്മെ ഹറാമിന്റെ വഫാത്ത് 27-28 ഹിജ്രിയിൽ നടന്നു. ചിലരുടെ അഭിപ്രായത്തിൽ അവരുടെ വഫാത്ത് അമീർ മുആവിയയുടെ കാലഘട്ടത്തിലാണ് നടന്നത്. ആദ്യത്തെ അഭിപ്രായം കൂടുതൽ പ്രസിദ്ധമാണ്. ചരിത്രകാരന്മാർ ഇത് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. ഹദ്റത്ത് ഉസ്മാന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് ഉമ്മെ ഹറാം വഫാത്തായ സമുദ്രയുദ്ധം നടന്നത്.
മുആവിയുടെ കാലഘട്ടം എന്നുദ്ദേശിക്കുന്നത് മുആവിയുടെ ഭരണകാലഘട്ടം എന്നുള്ളതല്ല, മറിച്ച് റോമുമായി അമീർ മുആവിയ നടത്തിയ ആ സമുദ്ര യുദ്ധ സമയമാണ്. ഈ യുദ്ധത്തിൽ ഉമ്മെ ഹറാം തന്റെ ഭർത്താവ് ഉബാദ ബിൻ സാമിത്തിനൊപ്പം പങ്കെടുത്തിരുന്നു. ഈ യുദ്ധത്തിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ഉമ്മെ ഹറാമിന്റെ വഫാത്ത് നടന്നു. ഈ സംഭവം ഹസ്രത്ത് ഉസ്മാന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് നടന്നത്. ജനാദ ബിൻ അബു ഉമയ്യ നിവേദനം ചെയ്യുന്നു, ഞങ്ങൾ ഹസ്രത്ത് ഉബാദയുടെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു താങ്കൾക്ക് ആരോഗ്യം നൽകട്ടെ. താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്നും കേട്ട ഒരു ഹദീസ് വിവരിച്ചാലും അള്ളാഹു താങ്കൾക്ക് അതിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരിക്കൽ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു. ഏതൊരു കാര്യത്തിലാണോ ഞങ്ങളുടെ ബൈഅത്ത് അവിടുന്ന് വാങ്ങിയത്, അക്കാര്യങ്ങൾ ഇവയാണ്: ഞങ്ങൾ സന്തോഷത്തിലും സങ്കടത്തിലും ഐശ്വര്യത്തിലും പ്രയാസത്തിലും കാര്യങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും. ഭരണത്തിനു വേണ്ടി ഭരണകർത്താക്കളോട് യുദ്ധം ചെയ്യുകയില്ല. പ്രകടമായ രീതിയിൽ നിഷേധത്തിന് പ്രേരിപ്പിക്കുന്ന അവസ്ഥയിലൊഴികെ. ഇതും ചെയ്യാനുള്ള അനുമതി ലഭിക്കുമ്പോൾ മാത്രം. സുനാബി റിവായത്ത് ചെയ്യുന്നു, ഞാൻ ഉബാദ ബിൻ സാമിത്തിന്റെ അടുത്തുപോയി. അദ്ദേഹം രോഗാവസ്ഥയിലായിരുന്നു. ഞാൻ കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, നിർത്തുക, എന്തിനാണ് കരയുന്നത്? അള്ളാഹുവാണേ സത്യം. എന്നോട് സാക്ഷ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് അനുകൂലമായി സാക്ഷ്യം നൽകും. എനിക്ക് ശിഫാത്തിന്റെ അനുമതി ലഭിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ശിഫാത്ത് ചെയ്യും. എനിക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ നിനക്ക് പ്രയോജനം എത്തിക്കും. പിന്നീട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് കേട്ട നിങ്ങൾക്ക് പ്രയോജനം നൽകുന്ന എല്ലാ ഹദീസുകളും ഞാൻ പറഞ്ഞിരിക്കുന്നു, ഒരു ഹദീസ് ഒഴികെ. അത് ഞാൻ ഇന്ന് നിനക്ക് പറഞ്ഞു തരും. ഇപ്പോൾ ഞാൻ മരണാവസ്ഥയിലാണ്. പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നതായി കേട്ടു. അവിടുന്ന് പറയാറുണ്ടായിരുന്നു, ആരാണോ അള്ളാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ലെന്ന് സാക്ഷ്യം പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നത്, അള്ളാഹു ആ വ്യക്തിയിൽ തീ നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതായത് അവൻ മുസ്ലിമാണ്. അള്ളാഹു ഈ സഹാബാക്കളുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇവർ നമ്മുടെ ആത്മീയ അറിവിനും അതുകൂടാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി ഞാൻ ചില വഫാത്തായ ആളുകളെക്കുറിച്ച് പറയുന്നതാണ്. അവരുടെ ജനാസയും നമസ്കരിക്കും. ആദ്യത്തേത് സിറിയയിലെ സയ്യിദ് സൂഖിയ സാഹിബാണ്. ഏപ്രിൽ 18 ഇദ്ദേഹം വഫാത്തായി. കുറച്ച് വൈകിയാണ് വിവരം ലഭിച്ചത്. ഇപ്പോഴാണ് ജനാസ നമസ്കരിക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരേതൻ ഷാമിലെ ജമാഅത്തിന്റെ പഴയകാല ആത്മാർത്ഥ മെമ്പറായിരുന്നു. 5 വയസ്സ് പ്രായമുള്ളപ്പോൾ വിശുദ്ധ ഖുർആൻ പൂർത്തിയാക്കി. ചെറുപ്പത്തിൽ തന്നെ തജ്വീദിന്റെ നിയമങ്ങളിലും വിശുദ്ധ ഖുർആന്റെ പാരായണത്തിലും പ്രാവീണ്യം ഉണ്ടായിരുന്നു. ജമാഅത്ത് അംഗങ്ങളെ തജ്വീദുൽ ഖുർആൻ പഠിപ്പിക്കുമായിരുന്നു. മുനീറുൽ ഹസ്ബി സാഹിബ് ഇദ്ദേഹത്തിൽ വിശ്വസ്തത പുലർത്തിയിരുന്നു. ഇദ്ദേഹം നിയമം പഠിച്ചു. എന്നാൽ വക്കീൽ പണി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ടീച്ചിങ് ലൈൻ തിരഞ്ഞെടുത്തു. പിന്നീട് രാജ്യത്ത് പ്രശസ്തരായ അധ്യാപകരിൽ ഇദ്ദേഹം ഉൾപ്പെട്ടു. രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിൽ പഠിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ പദവി വരെ എത്തുകയും ചെയ്തു. പരേതിന് തബ്ലീഗിൽ അതീവ താല്പര്യമുണ്ടായിരുന്നു. എല്ലാവരെയും തബ്ലീഗ് ചെയ്യുമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അറബിക് ഡെസ്കിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അറബി പുസ്തകങ്ങൾ 2ാം മാസം പ്രസിദ്ധീകരിക്കുകയും തർജുമ ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇദ്ദേഹം എല്ലാം വായിക്കുകയും ചെയ്തു. പറയാറുണ്ടായിരുന്നു, ഇത്ര ദീർഘകാലം അഹമ്മദിയായിരുന്നിട്ട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞത് എന്ന്. ആദ്യമായിട്ടാണ് ജമാഅത്തിന്റെ യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഞാൻ വീണ്ടും യഥാർത്ഥ അഹമ്മദിയത്തിനെ കുറിച്ച് അറിവ് നേടിക്കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ സൽസ്വഭാവം, ദാനശീലം, ആത്മാഭിമാനം, മറ്റുള്ളവരെ സഹായിക്കുക തുടങ്ങിയവ ഇദ്ദേഹത്തെ അറിയുന്ന എല്ലാവരും
അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഈ സൽസ്വഭാവം കാരണത്താൽ എല്ലാവരും ഇദ്ദേഹത്തെ സ്നേഹിക്കുമായിരുന്നു, എപ്പോഴും പുഞ്ചിരിക്കുമായിരുന്നു. കാരുണ്യവാനായ പിതാവും ആത്മാർത്ഥതയുള്ള ഒരു ഭർത്താവുമായിരുന്നു. സൗഹൃദബന്ധം വിശാലമായിരുന്നു. നമസ്കാരങ്ങളിൽ കൃത്യനിഷ്ഠനായിരുന്നു. കൃത്യമായി ചന്ത നൽകുന്ന ആളായിരുന്നു. പണം ലഭിക്കുമ്പോഴെല്ലാം അതിൽ നിന്നും ചന്ത നൽകുമായിരുന്നു. കുടുംബത്തിൽ 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ മുഹമ്മദ് സാഹിബും ഇളയ മകൻ ജലാലുദ്ദീൻ സാഹിബ് അഹമ്മദിയാണ്. അള്ളാഹു കാരുണ്യവും മഗ്ഫിറത്തും നൽകട്ടെ, പദവികൾ ഉയർത്തുമാറാകട്ടെ, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ, മറ്റുള്ള കുട്ടികൾക്കും സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. രണ്ടാമത്തെ ജനാസ അത്തയ്യിബ് ഉബൈദി സാഹിബ് 26 ജൂണിന് 70-ാം വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് തനിച്ച് അഹമ്മദിയായിരുന്നു. വളരെ ആത്മാർത്ഥനും ഖിലാഫത്തിനോട് സ്നേഹബന്ധമുള്ള വ്യക്തിയുമായിരുന്നു. മുഴുവൻ ജീവിതവും ഏകദേശം പള്ളിയിലാണ് കഴിച്ചുകൂട്ടിയത്. ഖുർആന്റെ പ്രേമിയായിരുന്നു. വളരെയധികം സിക്ർ ഇലാഹി ചെയ്യുന്ന ആളായിരുന്നു. ജമാഅത്തിനെ കുറിച്ച് മനസ്സിലായപ്പോൾ പെട്ടെന്ന് തന്നെ മർക്കസിലെത്തുകയും ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രചനകളുടെ പ്രേമിയായിരുന്നു. ജുമാ നിർവഹിക്കാൻ വേണ്ടി 5 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടുമായിരുന്നു. വളരെ ധൈര്യശാലിയായിരുന്നു. കാണുന്നവർക്കെല്ലാം ജമാഅത്തിന് സന്ദേശമെത്തിക്കുമായിരുന്നു. സമൂഹത്തിൽ നിന്നുള്ള വിലക്കുകൾ ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം സ്ഥിരചിത്തത കാണിക്കുകയും ബൈഅത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ബൈഅത്തിന്റെ ആദ്യ ദിനം തന്നെ മനസ്സ് തുറന്നുകൊണ്ട് ചന്ത നൽകാൻ തുടങ്ങി. വസ്യത്തിനെ കുറിച്ച് മനസ്സിലായപ്പോൾ വസ്യത്ത് ചെയ്തു. യുവാക്കളെ ധനത്യാഗത്തിന് പ്രേരിപ്പിക്കുമായിരുന്നു. പറയുമായിരുന്നു, ധനത്യാഗം മുഖേന എൻ്റെ സമ്പത്തിൽ വർധനവുണ്ടായി. പരേതന് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. അള്ളാഹു ഇദ്ദേഹത്തോട് റഹ്മത്തോടും മഗ്ഫിറത്തോടും കൂടി പെരുമാറട്ടെ. ഇദ്ദേഹത്തിൻ്റെ ദുആകളും നല്ല ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ജനാസ ബഹുമാന്യ അമത്ത് ഷുക്കൂർ സാഹിബയുടേതാണ്. ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മൂത്ത മകളായിരുന്നു. സെപ്റ്റംബർ 3-ന് 79-ാം വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ പറഞ്ഞതുപോലെ ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകളും മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പേരക്കുട്ടിയുമായിരുന്നു. നവാബ് മുബാറക ബേഗം സാഹിബയുടെയും നവാബ് മുഹമ്മദ് അലി ഖാൻ സാഹിബിൻ്റെയും പേരക്കുട്ടി കൂടിയായിരുന്നു. 1940 ഏപ്രിൽ മാസത്തിൽ ഖാദ്യാനിൽ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം ഖാദ്യാനിൽ നിന്നും നേടി. BEd ലാഹോറിൽ നിന്നും ചെയ്തു. 2 വിവാഹങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യ വിവാഹം ഷാഹിദ് ഖാൻ സാഹിബുമായി നടന്നു. ഇതിൽ നിന്നും 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളുമുണ്ട്. ഒരു മകൻ ആമിർ അഹമ്മദ് ഖാൻ വഖഫെ സിന്ദഗിയാണ്. തെഹ്രീക്കെ ജദീദിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 പേരക്കുട്ടികളും ഇപ്പോൾ ജാമ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2ാം വിവാഹം ഡോക്ടർ മിർസ ലേക്ക് സാഹിബുമായി നടന്നു. ഇതിൽ നിന്നും മക്കളൊന്നുമില്ല. ഇവർക്ക് ജമാഅത്തിൻ്റെ വലിയ തലത്തിലുള്ള സേവനങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നാലും പൊതുവായ നിലയിൽ ലജനകളുടെ ചില വകുപ്പുകളിൽ സേവനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എഴുതുന്നവർ പറയുന്നു, വളരെ സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുമായിരുന്നു. എഴുതാനും വായിക്കാനും അതീവ താല്പര്യമുണ്ടായിരുന്നു. ഹസ്രത്ത് അമ്മാജാന്റെ ജീവിതം എഴുതിയിട്ടുണ്ട്. 2ാമത്തെ പുസ്തകം നവാബ് മുബാറക ബേഗം സാഹിബയെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. മുബാറക കി കഹാനി, മുബാറക കി സുബാനി. 3ാമത്തെ പുസ്തകം എഴുതിയിട്ടുണ്ട്, അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. മിർസ ഷെരീഫ് അഹമ്മദ് സാഹിബിൻ്റെ ഭാര്യ ഹസ്രത്ത് ബോസൈനബ് സാഹിബ് റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണിത്. ഇവരുടെ ഈ 3 പുസ്തകങ്ങൾ ലജനകൾക്കുള്ള നല്ല ലിറ്ററേച്ചറുകളാണ്. ഇവരുടെ
പേരക്കുട്ടി മലത്ത് എഴുതുന്നു, എൻ്റെ മാതാമഹി എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് പറയാറുണ്ടായിരുന്നു, ചിരിച്ചുകൊണ്ടിരിക്കുക, കാരണം ഇതൊരു സദഖയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്, അവസാന അസുഖ സമയത്തും പുഞ്ചിരിച്ചുകൊണ്ട് നോക്കുമായിരുന്നു. വളരെ വേദനാജനകമായ ഒരു രോഗമായിരുന്നു. അവസാനമാണ് ക്യാൻസറാണ് എന്ന് മനസ്സിലായത്. ക്ഷമയോടുകൂടി എല്ലാം സഹിക്കുകയും ചെയ്തു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, ഇവർ എല്ലാ പ്രയാസങ്ങളും ക്ഷമയോടുകൂടി നേരിടുമായിരുന്നു എന്ന്. അള്ളാഹു ഇവരോട് റഹ്മത്തോടും മഗ്ഫിറത്തോടും കൂടി പെരുമാറട്ടെ. ഇവരുടെ മക്കൾക്കും അടുത്ത തലമുറക്കും ഖിലാഫത്തുമായി സ്നേഹബന്ധം വെക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരു കാര്യം കൂടി, ഇന്ന് ഖുതുബയുടെ ഇജ്തിമ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ജുമാ അസർ നമസ്കാരങ്ങൾ ജമാക്കി നമസ്കരിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.